ഇതിൽ 2 അധ്യാപകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സംഗീത നമ്പ്യാർ എന്ന് പറഞ്ഞൊരു അധ്യാപിക, റാം എന്നു പേരുള്ളൊരു അധ്യാപകൻ. ഇവർ രണ്ടുപേരും ഈ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണം വ്യക്തമാകുന്നത്. ജാതീയമായ ഈ വേർതിരിവുകൾ കലാലയങ്ങളിൽ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമാണ്. ഈ സംഭവം നടന്നത് കണ്ണൂരിലാണ് എന്നുള്ളതാണ് എന്നെ ഭയങ്കരമായി വേദനിപ്പിക്കുന്നത്. ഈ സഹപാഠിയുടെ മൃതദേഹം കാണാൻ വേണ്ടി പോലും ഒരു വിദ്യാർത്ഥി പോലും അവിടെ ഈ തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയ തരത്തിലുള്ള ദുരൂഹതയുണ്ട് എന്ന് തന്നെ നമ്മൾ കാണേണ്ടത്. പോലീസ് പറയുന്നത് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളത്. അത് കൃത്യമായി ഈ അധ്യാപകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രാജേട്ടാ നമസ്കാരം. രാജേട്ടാ, അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു ദളിത് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഈ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് അത് ലോൺ ആപ്പിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സഹപാഠികളുടെ ഒരു കളിയാക്കൽ അല്ലെങ്കിൽ ഒരു അവഗണന, അവഹേളനം, ഇതൊക്കെ സഹിക്കാനാവാതെയുള്ളൊരു ആത്മഹത്യ എന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിതിൻ രാജിൻ്റെ ശരീരം വീട്ടിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഒരു ആംബുലൻസ് വരുമ്പോൾ അമ്മ ഇറങ്ങി ഓടിച്ചെല്ലുകയും വാവിട്ട് കരഞ്ഞ് നിലത്തേക്ക് വീഴുന്ന കാഴ്ചയൊക്കെ ഏതൊരു മലയാളിയുടെയും മനസ്സലിയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. എങ്കിലും ഒരു മെഡിക്കൽ വിദ്യാർത്ഥി പോലും, അതായത് വെള്ള ഉടുപ്പിട്ട് നടക്കുന്ന, നമ്മളൊക്കെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഈ മെഡിക്കൽ വിദ്യാർത്ഥികളിൽ ഒരാൾ പോലും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അത് കേരളത്തിൻ്റെ പൊതുമനസാക്ഷിയെ തന്നെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് എന്നെനിക്ക് തോന്നുന്നു. എന്താണ് പറയാനുള്ളത്? നമ്മുടെ നാട്ടിൽ ജാതി അധിക്ഷേപം, അതുപോലെ തന്നെ വർണ്ണത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ ജോലിയുടെയൊക്കെ പേരിൽ ഒരുപാട് വിദ്യാർത്ഥികൾ നേരത്തേക്ക് ഇത്തരത്തിൽ അവഹേളിക്കപ്പെടുകയൊക്കെ ചെയ്ത ഒരുപാട് കേസസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത്, ഇത്രയും പുരോഗമന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയ ഒരു സമൂഹം, കേരള സമൂഹത്തിന് മുന്നിൽ ഇത്തരം വിഷയങ്ങൾ പിന്നെയും ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പരിശോധിക്കപ്പെടുക തന്നെ വേണം. നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായെന്നും നമ്മുടെ സമൂഹം പുരോഗമനത്തിൽ നിന്നും പുരോഗമനത്തിലേക്ക് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ബഡായി പറയുന്നല്ലാതെ നമ്മുടെ സമൂഹത്തിന് ഒരു മാറ്റവും സംഭവിച്ചില്ല എന്നുള്ളതാണ് ഈ നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന അല്ലെങ്കിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം ഓർമ്മയുണ്ടോയെന്നറിയില്ല, ഒരു 2 വർഷം മുന്നേ പൂക്കോട് വെറ്ററിനറി കോളേജിൽ ഇതേപോലെ ഒരു സംഭവം, സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥിയെ അവർ ദിവസങ്ങളോളം പീഡിപ്പിച്ച് അദ്ദേഹം മരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. അവിടെയും കുറേ വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു ഈ കൊലപാതകികൾ. ഒരുമിച്ച് പഠിച്ചവർ തന്നെ എങ്ങനെയാണ് ഒരു സഹപാഠിയെ ഇത്തരത്തിൽ പീഡിപ്പിച്ച് കൊലയ്ക്ക് വിധേയമാക്കുന്നത് എന്നത് നമുക്കൊരിക്കലും ആലോചിച്ച് പിടികിട്ടാത്ത കേസാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ജാതീയമായ അധിക്ഷേപം, നിറത്തിൻ്റെയൊക്കെ പേരിൽ അധിക്ഷേപം എന്നൊക്കെ പറയുന്നത് പുതിയ സമൂഹത്തിൽ, ഇപ്പോൾ ജെൻസി സമൂഹമാണ്, അവർക്ക് ജാതിയില്ല, വർണ്ണമില്ല, ദേശമില്ല എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ തന്നെയാണ് ഈ യുവാക്കൾ ഒരാളെ ജാതീയമായ അധിക്ഷേപത്തിന് വിധേയമാക്കുകയും അയാൾ രക്ഷയില്ലാതെ ആത്മഹത്യ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ 2 അധ്യാപകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സംഗീത നമ്പ്യാർ എന്ന് പറഞ്ഞൊരു അധ്യാപിക, റാം എന്നു പേരുള്ളൊരു അധ്യാപകൻ. ഇവർ രണ്ടുപേരും ഈ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണം വ്യക്തമാകുന്നത്. പക്ഷേ ഇവിടെ പോലീസും അതുപോലെ തന്നെ കോളേജ് അധികൃതരൊക്കെ കാണിച്ചിരിക്കുന്ന നിസ്സംഗത ആരെയും അത്ഭുതപ്പെടുത്തും, ഞെട്ടിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പം ജയമോഹൻ്റെ ഒരു നോവലുണ്ട്, 100 സിംഹാസനങ്ങൾ എന്നാണ് ആ നോവലിൻ്റെ പേര്. വളരെ ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുന്ന, തോട്ടിപ്പടി പോലെയുള്ള ജോലികൾ ചെയ്ത് ജീവിക്കുന്ന ഒരാളുടെ മകൻ പിന്നീട് ഒരു അമ്മയുടെ തണലിൽ വളർന്ന് അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് IAS കാരനാവുകയും, പക്ഷേ IAS കാരനായിട്ടും അദ്ദേഹത്തിന് ഈ ജാതീയമായ അധിക്ഷേപം ഏൽക്കേണ്ടി വരികയൊക്കെ ചെയ്യുന്ന ആ നോവൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസാക്ഷിയുള്ളവനെ കരയാതെ അത് നോവൽ വായിച്ച് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഇത് കേരളീയ സമൂഹത്തിൻ്റെ നേർക്കാഴ്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ജീവിത ആത്മകഥ പോലെയാണ് ആ നോവൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് കുഞ്ഞമ്മൻ സാറിൻ്റെ ജീവിതാനുഭവങ്ങളിലും ഇത്തരത്തിലുള്ള കുറേ സംഭവങ്ങൾ കാണാം. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മാനസിക ഘടനയിലുള്ള ആളുകൾ പിന്നെയും നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കൊടും ക്രൂരതകൾക്ക് ഇറങ്ങി പുറപ്പെടുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾക്ക് എവിടെയോ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഈ ജാതീയമായ വേർതിരിവുകൾ കൂടുതൽ ശക്തിപ്പെട്ടു വരുന്നു എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ ആകെ അപജയത്തെയാണ് കാണിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയൊക്കെ പുരോഗമനപരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ പുരോഗമന പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിച്ചിട്ടുള്ള ഈ സ്റ്റേറ്റിൽ തന്നെയാണ് ഇത്തരം ഏറ്റവും ഹീനമായ ഇത്തരം ജാതി കോമരങ്ങൾ
ഉറഞ്ഞു തുള്ളുന്നത് എന്നുള്ളത് വലിയ അവഹേളനമാണ് എന്നുള്ളത് തന്നെയാണ് നമ്മളിൽ കാണേണ്ടത്. ഒരിക്കലും കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇപ്പം നമുക്കറിയാം മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഇത്തരത്തിലുള്ള ജാതി അധിക്ഷേപവും അതുപോലെ തന്നെ ഈ ഏറ്റവും ഉയർന്ന കാശിലുള്ള ഒരു പെൺകുട്ടിയെ താഴെ കാശിലുള്ള ഒരാൾ പ്രണയിച്ചതിൻ്റെ പേരിൽ പല സ്ഥലത്ത് ദുരഭിമാനക്കൊല എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലങ്ങളിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ ഇത്തരം കേരളത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ കെവിൻ കേസൊക്കെ നമുക്ക് മറക്കാൻ പറ്റില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ജാതീയമായ ഈ വേർതിരിവുകൾ കലാലയങ്ങളിൽ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമാണ്. ഈ സംഭവം നടന്നത് കണ്ണൂരിലാണ് എന്നുള്ളതാണ് എന്നെ ഭയങ്കരമായി വേദനിപ്പിക്കുന്നത്. കണ്ണൂരിൽ കുറച്ചും കൂടി പുരോഗമന ആശയക്കാരുള്ള സ്ഥലമാണ്. ജാതീയമായ വേർതിരിവുകളെക്കാൾ ഏറെ അവിടെ രാഷ്ട്രീയപരമായ വേർതിരിവുകളുള്ള സ്ഥലം കൂടിയാണ്. പക്ഷേ ഈ ഇത്തരത്തിലുള്ള പുരോഗമന ആശയക്കാരൊന്നും അവിടെ കയറി ചെല്ലാൻ പറ്റിയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ പ്രൊഫഷണൽ കോളേജുകളിലാണ് ഇപ്പോൾ ഇത്തരം വിഷയങ്ങൾ. ഇപ്പോൾ പൂക്കോട് വെറ്റിനറി കോളേജിൽ മൃഗഡോക്ടറാവാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യനാണ് സിദ്ധാർത്ഥാണ് ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾ നേരിടുകയും ഒടുവിൽ സഹപാഠികളാൽ കൊല ചെയ്യപ്പെടുകയും ചെയ്തത്. അതിലൊന്നും കൃത്യമായ നീതി ലഭിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു നീതി ലഭിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പിന്നെയും ഇത്തരം വിഷയങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ജാതീയമായി അധിക്ഷേപിക്കുകയും നിരന്തരമായ ക്ലാസ്സിൽ മറ്റു കുട്ടികളുടെ മുന്നിൽ അവഹേളിക്കുകയും ചെയ്ത അധ്യാപകർക്കും ഈ വിദ്യാർത്ഥിയുടെ ജീവിതം നഷ്ടപ്പെട്ട വലിയ പങ്കുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു രക്ഷയുമില്ലാതെ വരുമ്പോൾ, കാരണം ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു പരിഹാര മാർഗമല്ല, പക്ഷേ എങ്കിൽ പോലും അവനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവിടുത്തെ അവസ്ഥ വളരെ മോശമായതിൻ്റെ പേരിലാണ് അയാൾ ആത്മഹത്യ ചെയ്യുന്നുള്ളത്. അദ്ദേഹത്തിന് ഇതിപ്പം പത്രത്തിൽ വായിച്ച വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഹോസ്റ്റലിൽ റൂം കൊടുത്തിട്ടില്ല. അതിന് അവർ പല ന്യായങ്ങളും പറഞ്ഞു. പക്ഷേ ഹോസ്റ്റലിൽ റൂമിന് തീർച്ചയായും അദ്ദേഹത്തിന് അവകാശം ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് സിക്ക് റൂമിൽ മാറ്റി എന്നുള്ളതാണ് പറയുന്നത്. ഒരു സൗകര്യമില്ലാത്ത ഒരു റൂമിലേക്ക് അദ്ദേഹത്തിന് താമസ സൗകര്യം കൊടുക്കുന്നു. വിദ്യാർത്ഥികൾ ആരും, ഇപ്പം സിബി നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒരു സഹപാഠി, ഇനി എത്ര വിരോധമുണ്ടെങ്കിൽ പോലും സഹപാഠിയുടെ മൃതശരീരം കാണാൻ വേണ്ടി വളരെ ആകസ്മികമായൊരു സംഭവം നടന്ന് എല്ലാ ആളുകളെയും ഞെട്ടിപ്പിച്ചൊരു സംഭവം. അപ്പോൾ കോളേജിനെയും ഞെട്ടിപ്പിച്ചിട്ടുണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ സഹപാഠിയുടെ മൃതദേഹം കാണാൻ വേണ്ടി പോലും ഒരു വിദ്യാർത്ഥി പോലും അവിടെ ഈ തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയ തരത്തിലുള്ള ദുരൂഹതയുണ്ട് എന്ന് തന്നെ നമ്മൾ കാണേണ്ടത്. വളരെ ആകസ്മികമായി നടന്നൊരു സംഭവമായിരുന്നെങ്കിൽ കുട്ടികൾക്കും അത്തരത്തിലൊരു ഞെട്ടലുണ്ടാവും. തീർച്ചയായും അതിൽ കുറച്ച് കുട്ടികളെങ്കിലും ദുഃഖം രേഖപ്പെടുത്താൻ വേണ്ടിയെങ്കിലും അവിടെ വരേണ്ടതായിരുന്നു. പക്ഷെ അവിടെ വന്നില്ല എന്ന് പറയുമ്പോൾ അത് ഈ ജാതീയമായ ഈ ഓരോ ആളുടെയും മനസ്സിൽ എത്രത്തോളം ഈ ജാതി കടന്നുകൂടിയിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. ഈ ജാതി അധിക്ഷേപത്തിന്റെയും തൊഴിൽ വിവേചനത്തിന്റെയും ഒക്കെ കാര്യം പറയുന്ന സമയത്ത് ഇന്ന് കൂലിപ്പണിക്കാരുടെ മക്കളും തോട്ടിപ്പണിക്കാരുടെ മക്കളും ഒക്കെ സിവിൽ സർവീസിലേക്ക് പരീക്ഷയിലൊക്കെ ഉന്നത വിജയം നേടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓരോ പ്രാവശ്യവും ഈ സിവിൽ സർവീസ് പരീക്ഷയുടെ റിസൾട്ടൊക്കെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഓട്ടോറിക്ഷക്കാരൻ്റെ മകന് അല്ലെങ്കിൽ മകള്, അതല്ലെങ്കിൽ ഏറ്റവും താഴേക്കടയിൽ കൂലിപ്പണി ചെയ്യുന്ന ആളുകളുടെ അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഈ കൂലിപ്പണി ചെയ്യുന്നത് അല്ലെങ്കിൽ തോട്ടിപ്പണി ചെയ്യുന്നത് ഒക്കെ മറ്റെന്തോ ഒരു വലിയ ഒരു മാരകമായ എന്തോ ഒരു കുറവായിട്ട് പലരും കണക്കാക്കപ്പെടുന്നതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. അതാണ് നമ്മുടെയൊക്കെ എല്ലാ ആളുകളുടെയും മനസ്സിൽ ഉള്ള ഏറ്റവും അടിഞ്ഞുകൂടിയിരിക്കുന്ന ഇത്തരത്തിലുള്ള അധമമായ ഏറ്റവും വെറുക്കപ്പെടേണ്ട ഒരു ചിന്തയാണിത് എന്നുള്ളതാണ്. കാരണം ജോലി ചെയ്യുക, അത് എന്ത് ജോലിയായാലും എല്ലാ ജോലിക്കും മഹത്വമുണ്ട് എന്നുള്ളത് ഇപ്പോഴും രക്ഷിതാക്കൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണല്ലോ ഈ സഹപാഠിയെ അവഹേളിക്കാനും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ജോലിയെ പറഞ്ഞ് അദ്ദേഹത്തിനെ അധിക്ഷേപിക്കുന്നു, അമ്മയുടെ ജോലിയെക്കുറിച്ച്, അമ്മയുടെ രോഗത്തെക്കുറിച്ച് ഒക്കെ അധിക്ഷേപിക്കുന്നു പറയുമ്പോൾ ആ കുട്ടിക്ക് താങ്ങാൻ പറ്റില്ല. കാരണം അങ്ങനെ വലിയ പ്രായമുള്ള കുട്ടിയോ അല്ലെങ്കിൽ ജീവിതത്തെ വലിയ രീതിയിൽ കാണുന്ന ഒരു കുട്ടിയൊന്നും ആയിരിക്കണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ ചുറ്റുപാട് വളരെ മോശമായിരിക്കാം. പക്ഷേ അതിൽ നിന്നും തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണല്ലോ അദ്ദേഹം ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതൊക്കെ. പക്ഷേ ആ കുട്ടിയെ ആ തരത്തിൽ ചേർത്ത് പിടിക്കുന്നതിന് പകരം സഹപാഠികൾ അത്തരത്തിൽ ആ കുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുകയും അവന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്യേണ്ട അധ്യാപകമാണ് ഏറ്റവും കൂടുതൽ ജാതീയമായി അധിക്ഷേപിച്ചത് എന്ന് പറയുമ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നു എന്ന് തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അത് ആകസ്മികമായി സംഭവിച്ചതാണെന്നോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവമാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോ കുട്ടികളെയും നമ്മുടെ വീട്ടിൽ നിന്നാണ് ആദ്യത്തെ പഠനം എന്ന് പറയുന്നത്. വീട്ടിൽ കുട്ടിയെ ജാതീയമായ ഞങ്ങൾ വലിയ ഉയർന്ന ജാതിക്കാരാണ് അല്ലെങ്കിൽ സാമ്പത്തികമായി ഞങ്ങൾ വലിയവരാണ് എന്നും അതുകൊണ്ട് മറ്റുള്ളവരുമായൊന്നും സഹകരിക്കാൻ പോവേണ്ടതില്ല എന്നും
താഴേക്കടയിലുള്ള കുട്ടികളുമായിട്ടുള്ള സൗഹൃദം വേണ്ട, ചങ്ങാത്തം വേണ്ട എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിന്റെ ഫലമാണ് ഈ അനുഭവിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഈ കുട്ടികളെ ഓരോ സമൂഹത്തിന് ഓരോ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളുടെ ആണല്ലോ അവർ സമൂഹത്തിന്റെ ഭാഗമായി വരേണ്ടത്. കാരണം പ്രത്യേകിച്ച് ഇവരൊക്കെ ഡെന്റൽ ഡോക്ടർമാരായിട്ട് വരേണ്ടവരാണ്. ഇവരൊക്കെ സമൂഹത്തിന് പിന്നീട് എത്രത്തോളം ബാധ്യതയായി മാറും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ അഞ്ചരക്കണ്ടി ഈ ഡെന്റൽ കോളേജിൽ സംഭവിച്ചത്. മനുഷ്യത്വമില്ലാത്ത ഇവന്മാരൊക്കെ ഡോക്ടറായിട്ട് എന്ത് കാണിക്കാനാണ്? അല്ല, അവിടെ പറഞ്ഞത് ഇവരൊക്കെ പിന്നീട് സമൂഹത്തിന് ബാധ്യമായി മാറും. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കുറെ പണം ചെലവഴിച്ച് കോഴ്സ് കഴിഞ്ഞ് പിന്നീട് കുറെ പണം, അതിന്റെ എത്രയോ ഇരട്ടി പണം തിരിച്ചെടുക്കാമെന്നും സമൂഹത്തിൽ വലിയ വിലയും നിലയും ഒക്കെ ആയി വരാം എന്നല്ലാതെ സമൂഹത്തിനോട് ഞങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് ഇവരാരും മനസ്സിലാക്കില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഓരോ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളെ നീ ഉന്നതനാണെന്നും നീ ഉന്നതനായതുകൊണ്ട് നീ ഉന്നതനായി തന്നെ ജീവിക്കണം, ബിഹേവ് ചെയ്യണം എന്ന് അവനെ ഓരോ ദിവസവും പഠിപ്പിച്ച രക്ഷിതാക്കളാണ് ഇതിന്റെ കൂട്ടക്കാർ നമ്മൾ കാണേണ്ടത്. അതുപോലെ തന്നെ ഈ അധ്യാപകരുടെയൊക്കെ മനസ്സിൽ ജാതീയമായ ചിന്തകൾ വലിയ രീതിയിൽ അവരുടെ ഒരു എന്താ പറയേണ്ടത്, അവർ സമൂഹത്തിൽ വലിയ ആൾക്കാരാണെന്നും എൻ്റെയൊക്കെ ഓർമ്മയിലുണ്ടായിരുന്നു. അതായത് ജാതീയമായി കുറച്ച് താഴ്ന്ന കുട്ടികളെ, ദളിത് കുട്ടികളെയൊക്കെ അന്ന് ചെവിയൊക്കെ പിടിക്കും, പക്ഷേ ടവല് കൊണ്ട് കൂട്ടിയിട്ട് ചെവി പിടിക്കുന്ന അധ്യാപികമാരുണ്ടായിരുന്നു. ജാതിയിൽ താഴ്ന്നവരെ ടവല് കൊണ്ട് വെക്കുക, അതുപോലെ തന്നെ വടി കൊണ്ട് തല്ലുക, കൈ കൊണ്ട് തല്ലില്ല അവരെ. അങ്ങനെയൊക്കെയുള്ള ആളുകളെ അധ്യാപകരെന്ന് വിളിക്കാൻ പറ്റുമോ? അല്ല, അങ്ങനെ ഒരു സമൂഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കരുതുന്നത് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം 10-40 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം കേരള സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് സമൂഹത്തിന് വലിയ ജീർണത സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമ്മളിൽ കാണേണ്ടതുണ്ട്. നമ്മൾ മുന്നോട്ടല്ല നിന്ന് തീർത്തും പിറകോട്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുറ്റക്കാർക്ക് ഇപ്പോൾ പൂക്കോട് വെറ്ററിനറി കോളേജിൽ ഈ സംഭവം നടന്നപ്പോൾ വലിയ കേസും സംഭവമൊക്കെ ഉണ്ടായി. പക്ഷേ പിന്നീട് അവരൊക്കെ കൂളായിട്ട് ഒഴിഞ്ഞു പോകുന്ന കാഴ്ച നമ്മൾ കണ്ട കേസിൽ നിന്നൊക്കെ. ഇന്ന് ആ കേസിന്റെ അവസ്ഥ തന്നെ വളരെ ഏത് ഘട്ടത്തിലാണ് പറഞ്ഞത്. നിയമത്തിന്റെ ഒരു പരിരക്ഷയും ഈ പറയുന്ന ഈ സംഗീത നമ്പ്യാർക്കോ റാമിനോ അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥിയെ കളിയാക്കിയിട്ടുള്ള മറ്റ് വിദ്യാർത്ഥികൾക്കോ നൽകാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പം നമുക്ക് പറയാനുള്ളത്. കാരണം ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപക്ഷെ നിയമം പരിഷ്കരിക്കേണ്ടി വന്നെങ്കിൽ നിയമം പരിഷ്കരിക്കണമെന്നേ. ഇത് നമ്മൾ ആലോചിക്കേണ്ടതെന്നറിയാവോ, നല്ല വക്കീലുണ്ടെങ്കിൽ ഏത് കേസും നമുക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് പ്രോസിക്യൂഷൻ ഈ കേസിനെ എല്ലാം എടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ പോലീസ് പറയുന്നതാണ്, ഈ ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, അത് അധ്യാപികയുടെ നമ്പറിലേക്ക് അവിടെ കോള് വന്നു, ലോൺ അടക്കാത്തത് കൊണ്ട് അങ്ങനെയാണ് അധ്യാപിക ഇവരെ ശകാരിച്ചത് എന്നൊക്കെ. ഇനിയിപ്പോൾ അങ്ങനെ ലോൺ എടുത്തു, സാമ്പത്തികമായി ഭദ്രതയില്ലാത്ത ആർക്കും ലോൺ എടുക്കേണ്ടി വരും. വായ്പ എടുക്കാതെ ഒന്നും ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിസമ്പന്നനല്ല എന്നുള്ളത് അറിയാലോ, അദ്ദേഹം വളരെ കൂലിപ്പണിക്കാരൻ്റെ മകനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവന് ലോൺ എടുക്കേണ്ടി വരും. അവൻ അത് തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ലോൺ എടുത്തത് അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയായിരുന്നു, ആ ലോൺ പിന്നീട് തിരിച്ചടച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ ബന്ധുക്കൾ പറയുന്നത്. പക്ഷെ പോലീസ് പറയുന്നത് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ള. അത് കൃത്യമായി ഈ അധ്യാപകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം പോലീസ് എക്കാലത്തും ഈ അധികാരമുള്ളവൻ്റെയും പണമുള്ളവൻ്റെയൊക്കെ കൂടെ നിൽക്കുള്ളൂ എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. കേരളത്തിൽ നടന്ന നിരവധിയായ സംഭവങ്ങൾ നമുക്കറിയാം. ഒരു ദളിതൻ്റെ കൂടെയും ഒരു ആദിവാസിയുടെ കൂടെയും പോലീസ് നിൽക്കില്ല എന്നുള്ളത്. കാരണം സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളുള്ളവൻ, പണമുള്ളവൻ, അധികാരമുള്ളവൻ ഒക്കെ തന്നെയാണ് പോലീസിന്റെ ഏറ്റവും ഇഷ്ടക്കാർ എന്നുള്ളതുകൊണ്ട് പോലീസ് അവരെ സംരക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷേ ഈ കേരള സമൂഹം ഇതിനെ ഒറ്റക്കെട്ടായി നേരിടണം. ഇത്തരം അധമന്മാരെ നിയമത്തിന് മുന്നിൽ കൃത്യമായി കൈകാര്യം ചെയ്യാൻ പറ്റണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്.